ഇതാണ് മംഗലത്ത് തറവാട്. ഈ നാട്ടിലെ തന്നെ പ്രശസ്ത തറവാടുകളിലൊന്നാണ് മംഗലത്ത് തറവാട്. മംഗലത്ത് തറവാടിൻ്റെ ഗൃഹനാഥൻ മാധവൻ. മാധവനും ഭാര്യ രമയും പിന്നെ 2 മക്കളും അടങ്ങുന്നതാണ് കുടുംബം. രമേ, എടി രമേ, രമേ. എന്തോ ദാ വന്നു. എന്തിനാ മാധവേട്ടാ ഇങ്ങനെ വിളിച്ചു പോകുന്നേ? അടുത്ത ആഴ്ച ഒരു വിവാഹം നടക്കാൻ പോകുന്ന വീടാ ഇത്. അതിന്റെ വല്ല ഉത്തരവാദിത്വം ഇവിടെയുള്ള ആർക്കെങ്കിലും ഉണ്ടോ? എല്ലാത്തിനും എന്റെ കൈയെത്തണം. എനിക്ക് വയസ്സായവരാ, എല്ലായിടത്തും ഒരുപോലെ ഓടിയെത്താൻ പറ്റിയെന്ന് വരില്ല. എവിടെ നിന്റെ 2 മക്കളും? ഓ, അതായിരുന്നു കാര്യം. കണ്ണന്റെ രേവതിയുടെ ഇന്ന് ചെക്കപ്പ് ഡേറ്റാ. അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുക. അപ്പോൾ പിന്നെ അവൻ്റെ ഫ്രണ്ട്സിനെ കല്യാണത്തിന് ക്ഷണിക്കാൻ വേണ്ടി പോയിരിക്കുക. നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഓരോന്ന് വരുത്തി വെക്കേണ്ട ഈ വയസ്സാം കാലത്ത്. എടി എടി എടി, പറഞ്ഞു പറഞ്ഞു നീ ഇതെങ്ങോട്ടാ കേറിപ്പോന്ന? ആർക്ക് വയസ്സായെന്നാ നീ പറയുന്നത്? ദേ മനുഷ്യ, നിങ്ങൾ തന്നെയല്ല പറഞ്ഞ് നിങ്ങൾക്ക് വയസ്സായി വരാന്ന്, അല്ലാതെ ഞാനാണോ പറഞ്ഞത്? 2 മക്കളായിന്നേ ഉള്ളൂ. ഇപ്പോഴെന്നെ കണ്ട ചെറുപ്പാ. അവരുടെ മൂത്ത ജ്യേഷ്ഠനെന്ന് മാത്രമേ എന്നെ പറയുള്ളൂ. ആ, ഇതിപ്പോ നന്നായി. ഞാനാണ് ഇതൊക്കെ പറഞ്ഞുണ്ടാക്കിയത്, നിങ്ങൾ തന്നെയല്ലേ? ആ, കാറിൻ്റെ ഹോണടി കേൾക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ പുത്രന്മാരിൽ ഒരാൾ എത്തിയിട്ടുണ്ട്. ഓ, ആയിക്കോട്ടെ. അങ്ങോട്ട് പോയി നോക്ക്, ഏത് പുത്രനെ എത്തിയെന്ന്. നിങ്ങളുടെ മൂത്ത പുത്രനും ഭാര്യയും ഹോസ്പിറ്റലിൽ നിന്ന് വന്നതാ. Loyal, when you're giving you royal treatment on your daily shopping is guaranteed. എടാ, ഡോക്ടർ എന്ത് പറഞ്ഞു? കുഴപ്പമൊന്നുമില്ലല്ലോ? എന്തു കുഴപ്പം? ഒരു കുഴപ്പമില്ല, എല്ലാം നോർമലാ. പിന്നെ വന്നിറങ്ങിയപ്പോ ഇവിടെ ഭയങ്കര ബഹളം കേട്ടുല്ലോ. എന്താ പ്രശ്നം? ഓ, അത് നിന്റെ അച്ഛനാ. അപ്പൊ ഇന്ന് രാവിലെ തന്നെ രണ്ടും കൂടി തുടങ്ങിയല്ലേ? ഇന്നെന്തായിരുന്നു പ്രശ്നം? ഇന്നത്തെ പ്രശ്നം നിങ്ങൾ 2 പേരാ. അടുത്ത ആഴ്ച ഒരു വിവാഹം നടക്കേണ്ട വീടാ. അതിന്റെ വല്ല ഉത്തരവാദിത്വം നിങ്ങൾ 2 പേരും കാണിക്കുന്നുണ്ടാ? 2 ആൺമക്കളെ കിട്ടിയപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചതാ. എല്ലാത്തിനും ഒരു സഹായാവുന്നു. എന്നിട്ട് നിങ്ങൾ 2 പേരും എന്തോന്നാ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? സദ്യ ബുക്ക് ചെയ്യണം, എന്നിട്ട് അത് ചെയ്തോ? അത് ചെയ്തിട്ടില്ല. ഓഡിറ്റോറിയത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ പോണം, അതും പോയിട്ടില്ല. ഇതിനൊക്കെ ഞാൻ തന്നെ ഓടി നടക്കണമെന്ന് പറഞ്ഞ ഒരുപാട് കഷ്ടമുണ്ട്. ആ, അപ്പൊ ഇതായിരുന്നല്ലേ ഇവിടുത്തെ പ്രശ്നം. എന്റെ അച്ഛാ, നമ്മുടെ ഈവന്റ് മാനേജ്മെന്റ് കമ്പനീനെ എല്ലാം ഏൽപ്പിച്ചു കഴിഞ്ഞു. അവരെല്ലാം നോക്കിക്കോളും. ഡെക്കറേഷനും സദ്യയും വണ്ടിയും എല്ലാ കാര്യങ്ങളും അവർ അറേഞ്ച് ചെയ്തോളും. അതിലൊന്നും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങനെ ഫ്രീ ആയി നടക്കുന്നത്. അച്ഛൻ വെറുതെ ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട. ഇവിടെ റിലാക്സ് ചെയ്തിട്ട് പത്രം വായിച്ചിരിക്കും. ഞാനേ ഇവളെ റൂമിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് വരാം. കണ്ടോ, നിങ്ങളല്ലേ എപ്പോഴും പറയാറ് നമ്മുടെ മക്കൾക്ക് ബുദ്ധിയില്ലെന്ന്. ഇപ്പം എങ്ങനെയുണ്ട്? അവരെ നല്ല ബുദ്ധിയുള്ളവരെ തന്നെയാ. മോളെ, പിന്നെ മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? മോൾ റൂമിൽ പോയി റെസ്റ്റ് എടുക്ക്. അമ്മ മോൾക്കുള്ള ഫുഡ് റൂമിലേക്ക് കൊണ്ടുവരാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മേ, ഞാനിവിടെ കഴിച്ചോളാം, എന്നിട്ടേ റൂമിൽ പോകുന്നുള്ളൂ. അമ്മ ടെൻഷനൊന്നും അടിക്കണ്ട. രമേ, അപ്പൊ ഇതുവരെയായിട്ട് വന്നില്ലല്ലോ. നിനക്ക് അവനെ ഒന്ന് വിളിച്ചു നോക്കായിരുന്നില്ലേ? കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ, അവൻ ഇങ്ങ് വന്നോളും. കൊച്ചുകുട്ടിയല്ല, അത് തന്നെ പ്രശ്നം. നാട്ടിലെ പെമ്പിള്ളേർക്ക് വഴി നടക്കാൻ പറ്റാത്തോണ്ടാ അവനെ പിടിച്ച് കെട്ടിക്കുന്നത്. അല്ലാതെ അവനത്ര പ്രായമൊന്നും ആയിട്ടല്ല. 26 വയസ്സേ ആയിട്ടുള്ളൂ ചെക്കന്. പക്ഷെ അവന്റെ നടപ്പ് കണ്ടു കഴിഞ്ഞാ അവൻ 10 കെട്ടിയ പോലെയാ. നീ ചിരിക്കണ്ട, നിന്നെയും കൂടി ചേർത്താ പറഞ്ഞത്.
നീയും ആളും മോശമല്ലല്ലോ. അച്ഛാ, എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? ഒരച്ഛന് സംസാരിക്കാൻ പറ്റിയ കാര്യങ്ങളാണോ നിങ്ങൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നേ? എടാ, നീയൊക്കെ എന്നെ തന്ത വൈബെന്നല്ലേ വിളിക്കാറ്? നിങ്ങള് ഫ്രണ്ട്സിന്റെ ഇടയിൽ സംസാരിക്കുന്ന പോലെ തന്നെയല്ലേ ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നുള്ളൂ. അതച്ഛൻ പറഞ്ഞത് കറക്റ്റാ. ഇത്രയും നല്ലൊരു അമ്മായിച്ചനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ആ, ഒരു കാറ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സൽപുത്ര എഴുന്നള്ളിയെന്നർത്ഥം. Yo que Sandra y gribo yo pa' atrás Отмевала разум, убивала музыканта Тем не менее я рядом был и верила Григория не сидела моя Сандра и gribo yo pa' atrás Отмевала разум, ഹലോ ഗൈസ്. ആ, കണ്ടിട്ട് എന്നെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്ന തോന്നുന്നുണ്ടല്ലോ. അതെ, നിന്നെ കുറിച്ച് തന്നെയാ ചർച്ച. എവിടെയായിരുന്നടാ ഇത്ര നേരം? അടുത്ത ആഴ്ച നിന്റെ കല്യാണം. ആ വല്ല വിചാരവും നിനക്കുണ്ടാ? മൈ തന്തപ്പടി കലിപ്പിലാണെന്ന് തോന്നുന്നു. എടാ, അച്ഛനോട് ഇങ്ങനെയാണോ സംസാരിക്കുക? അവൻ പറയൂടി, ഇവൻ എന്റെ മോനാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. ദേ മനുഷ്യ, നിങ്ങൾ എന്താ പറഞ്ഞേ? എടി, ഞാനത് പെട്ടെന്നുള്ള ഫ്ലോയില് പറഞ്ഞതാ. ഫ്ലോയില് പറഞ്ഞതാണല്ലേ? ശരിയാക്കി തരാം. നിങ്ങൾ റൂമിലോട്ട് വാ. അച്ഛന്റെ കാര്യം പോക്കായിന്ന്. അച്ഛന് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഇതൊക്കെ വിളിച്ചു പറയേണ്ടിയിരുന്നത്? അച്ഛന് മര്യാദയ്ക്ക് എൻ്റെ അടുത്ത് ചോദിച്ചാ പോരായിരുന്നു? ഞാൻ പറയില്ലേ, ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോയതാ. ഇനി കല്യാണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാ ചിലപ്പോ ഇതൊന്നും നടന്നെന്ന് വരില്ല. ഇത്രയേ ഉള്ളൂ പ്രശ്നം. അതിന് വേണ്ടിയിട്ടാ ഈ സഭ കൂടിയത്. ഡാ ചെറുക്ക, നിനക്ക് ഫുഡ് എടുത്ത് വയ്ക്കട്ടെ കഴിക്കാൻ? വേണ്ടമ്മ, ഞാൻ കഴിച്ചിട്ടാ വന്നത്. നിങ്ങളെല്ലാവരും പോയി കിടക്കാൻ നോക്കും. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. ആ, വന്നു. ഞാൻ കരുതി ലേറ്റ് ആയിട്ടേ വരുള്ളൂന്ന്. അതെ രോഹിത്, ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, എനിക്ക് ഈ മാരേജിന് ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ തനിക്കറിയാലോ, എനിക്ക് അമ്മയില്ല, അച്ഛനും രണ്ടാങ്ങളമാരുമാണ്. അതുകൊണ്ട് അവര് പറയുന്നത് ഞാൻ ഇന്നേ വരെ ധിക്കരിച്ചിട്ടില്ല. അതുകൊണ്ട് മാത്രം തന്നെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിച്ചു തന്നെ. കല്യാണം കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് എന്റെ ദേഹത്ത് തൊടാനെങ്ങാനും വന്നു കഴിഞ്ഞു ആ കൈ ഞാൻ വെട്ടിക്കളയും. പിന്നെന്തിനാടി നീ കല്യാണം കഴിച്ചേ? അത് ഞാൻ പറഞ്ഞല്ലോ, എന്റെ വീട്ടുകാര് പറഞ്ഞിട്ട്. അപ്പൊ നിന്റെ വീട്ടുകാര് പറഞ്ഞ നീ കിണറ്റി ചാടൂടി? ഞാൻ അപ്പോഴേ അമ്മയുടെ അടുത്ത് പറഞ്ഞതാ,
പിന്നെ എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ഈ കല്യാണത്തിന്. പിന്നെ എൻ്റെ അമ്മ നിർബന്ധിച്ചുകൊണ്ട് മാത്രം തന്നെ ഞാൻ കിട്ടിയത്. ഇതിലും സുന്ദരികളായ പെൺപിള്ളേരെ ഞാൻ കുറെ കണ്ടിട്ടുള്ളതാ. ഇതിലും നല്ലത് അതിലേതെങ്കിലും ഒന്നിനെ കെട്ടുന്നതായിരുന്നു. ഓ, കണ്ടേച്ചാലും മതി. എന്നെക്കാളും സുന്ദരികളെയൊന്നും തനിക്ക് കിട്ടാൻ പോകുന്നില്ല. ഓ പിന്നെ നീയാണോ സുന്ദരി? കണ്ടേച്ചാലും മതി വെള്ളപ്പാറ്റ. വെള്ളപ്പാറ്റെന്നു? വെള്ളപ്പാറ്റ തന്റെ മറ്റോള്. എന്റെ മറ്റോളെ പറഞ്ഞാലുണ്ടല്ലോ. ഓ, അപ്പൊ തനിക്ക് മറ്റോളുണ്ടല്ലേ? എനിക്ക് മറ്റോൾ ഉണ്ടാവോ ഉണ്ടാവാതിരിക്കുകയോ ചെയ്യും. അതിന് നിനക്കെന്താ? അതിന് എനിക്ക് ഒന്നുമില്ല. പിന്നെ ഒരു കാര്യം, ബെഡില് ഒരുമിച്ച് കിടക്കാൻ പറ്റില്ല. ഞാൻ ബെഡിൽ കിടക്കും, താൻ ആ സോഫയിൽ കിടന്നു. എന്താന്ന്? സോഫയിലോ? അതും ഞാൻ? ഇതെന്റെ ബെഡ്റൂമാ. എന്റെ ബെഡ്റൂമിൽ എവിടെ കിടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇതൊക്കെ പണ്ട്. ഇതിപ്പോ എന്റെയും കൂടി റൂമാ. ഞാൻ തീരുമാനിക്കും എവിടെ കിടക്കണമെന്ന്. താനേ സോഫയിൽ കിടക്കാൻ പറ്റില്ലെങ്കിൽ പോയി കേസ് കൊടുക്ക്. ആഹാ, ഇതൊരു നിലയ്ക്ക് പോകുന്നു തോന്നുന്നില്ല. ഞാനിപ്പോ വരാം. എന്താടാ, എന്താ അവിടെ ബഹളം? എന്താ പ്രശ്നം അല്ലേ? ഇന്ന് ഇങ്ങോട്ട് വന്ന ഒരു സാധനല്ലേ? എന്ത് സാധനം? ഓ, ഇന്ന് എന്നെ കൊണ്ട് താലി കെട്ടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നൊരു സാധനം ഉണ്ടല്ലോ. അതിന് നിങ്ങൾക്ക് എവിടെന്നാ കിട്ടിയെന്ന്? അത് എൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ്റെ മാരേജിന് പോയപ്പോൾ അവിടെ വെച്ചാ ഞാൻ അവളെ കണ്ടത്. കണ്ട ഉടനെ എനിക്കിഷ്ടപ്പെട്ടു. ആ, കണ്ട ഉടനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കാണെങ്കിൽ കൊണ്ടുടനെ ഞാൻ കഷ്ടപ്പെട്ടു. എന്തുവാടാ നീ പിച്ചും പെയും കിടന്ന് പറയുന്നേ? നീ എന്തേലും കണ്ട് പേടിച്ചാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരുന്നുണ്ട്. തള്ളയായി പോയി ഇല്ലിങ്ങണ്ടല്ല. എന്താ ഇവിടെ പ്രശ്നം? എന്താടാ കാര്യം പറ. എനിക്കറിയാൻ പാടില്ല കണ്ണാ. ഇവൻ എന്തോ പിച്ചും പെയും കിടന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ നേരായി. അമ്മ പോയി കിടന്നു, ഞാൻ അവൻ്റെ അടുത്ത് സംസാരിച്ചോളാം. എടാ, അമ്മ പോയി. ഇനിയെങ്കിലും പറ, എന്താ സംഭവം? ഓഹോ, അപ്പൊ ഇതാണ് പ്രശ്നം. എടാ, അറേഞ്ച്ഡ് മാരേജ് അല്ലേ? ആ കൊച്ചിന് ചെറു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരിക്കും. അതായിരിക്കും. എടാ, അതൊക്കെ ശരിയായിരിക്കാം. എനിക്കുണ്ട് ഈ സ്റ്റാർട്ടിങ് ട്രബിള്. നിനക്കറിയാലോ, ആ പെണ്ണ് കാണല്ല ഞാൻ അവളെ കണ്ടത്. അതിനുശേഷം ഒരു എൻഗേജ്മെന്റ് പോലും നടത്താൻ സമ്മതിക്കാതെ ദാ പോയി നമ്മുടെ തള്ളയുണ്ടല്ലോ അത് പിടിച്ച് കെട്ടിച്ചത്. ഒന്ന് സംസാരിക്കാനോ ഒരു ബോണ്ട് ഞങ്ങൾ തമ്മിൽ ഉണ്ടാക്കാനോ ഒന്നിനും പറ്റിയിട്ടില്ല. അതിന്റെ പ്രോബ്ലം എനിക്കുണ്ട്. പക്ഷെ അത് പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണോടാ പെരുമാറാ? എടാ, നീ ഒരു കാര്യം ചെയ്, നീ അവളെ അങ്ങ് വളക്കേ. ആര്? ഞാൻ അവളെ വളയ്ക്കാൻ? TMT കമ്പി വളച്ച ചിലപ്പോ വളയുമായിരിക്കും. ഈ സാധനം വളയുന്ന് എനിക്ക് തോന്നുന്നില്ല. എടാ, വേറെ ആരുമല്ലല്ലോ, നിന്റെ ഭാര്യയെ തന്നെ വളയ്ക്കാനല്ലേ പറയുന്നത്. അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട. അങ്ങ് കേറി വളയ്ക്കാൻ നോക്കടാ, ചിലപ്പോ സെറ്റായാലോ. ചിരിക്കടാ, ചിരിക്കി. അമ്മയ്ക്ക് പ്രാണവേദന, മകൾക്ക് വീണവായന. ആ, ഞാൻ എന്തും പറഞ്ഞ് ഇനി തിരിച്ച് ആ റൂമിലോട്ട് കയറി ചെല്ലും. എടാ, സെറ്റാവും, നീ പേടിക്കാതെ റൂമിലോട്ട് ചെല്ല്. ഒച്ചയനക്കൊന്നും കേക്കാനില്ലല്ലോ. ഉറങ്ങിയ പിശാശ്. എന്റെ ഉറക്കം കളഞ്ഞിട്ട് കിടന്നുറങ്ങുന്നത് കണ്ട കുട്ടി പിശാശ്. പാവം, കിടത്തി കണ്ട എന്താ. ഇനി ഞാൻ എവിടെ പോയി കിടക്കും? സോഫയെങ്കിൽ സോഫ. ഇതിനുള്ള പണി നിനക്ക് ഞാൻ തരുന്നുണ്ടടി. ആ, നീ എണീറ്റോ? നിന്നെ അന്വേഷിച്ച് ഞാൻ റൂമിലോട്ട് വരാനിരിക്കായിരുന്നു. നീ ഇന്ന് എങ്ങോട്ടും പുറത്തൊന്നും പോകുന്നില്ലല്ലോ. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസാ. നമുക്കെല്ലാവർക്കും കൂടി തറവാട്ടമ്പലത്തിലേക്ക് ഒന്ന് പോകണം. അമ്പലത്തിലേക്കോ? ആ സാധനത്തിനും കൊണ്ടോ? ഈ തള്ളന്റെ കട്ടയും പടവും കണ്ടേ അടങ്ങും തോന്നുന്നുണ്ട്. എന്താടാ, അമ്മ ചോദിച്ചത് നീ കേട്ടില്ലാന്നുണ്ടോ? എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? പോവാൻ റെഡിയാവ്. മോളിലേക്ക് ചെന്ന് അവളോട് റെഡിയായി വരാൻ പറ. ശരി അച്ഛാ, ഞാൻ റെഡി ആയിട്ട് വരാം.
ഐ എം സോറി, പെട്ടെന്ന് നിന്നെ കാണാണ്ടായപ്പോൾ വന്നതാ. പിന്നെ അമ്മ പറഞ്ഞു. അല്ല, നീ എന്താ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നേ? അത് ആക്ച്വലി എനിക്ക് സാരി ഒന്നും ഉടുക്കാറിയില്ല. സാരി ഉടുക്കാറിയില്ലെന്നോ? എന്നിട്ട് നീ ഇന്നലെ കല്യാണത്തിന് സാരി ഉടുത്തതോ? അത് ബ്യൂട്ടീഷ്യൻ ഉടുപ്പിച്ചു തന്നതാ. ഞായി സാരി ഉടുക്കാൻ അറിയില്ല പോലും. ലിപ്സ്റ്റിക് ഇടാനും 1 കിലോ പൊട്ടിയിടാനും അറിയാലോ നിനക്ക്. കല്യാണത്തിന് മുന്നേ സാരി ഉടുക്കാൻ പഠിപ്പിക്കാൻ കോഴ്സ് ഒന്നും ഇല്ലായിരുന്നു. കോഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ നീ കയറി പഠിച്ചാനെ. ഒന്ന് പോയേടി. അല്ല, മോളെ എന്താ വിചാരിച്ചേ? ജീവിതകാലം മുഴുവൻ ബ്യൂട്ടീഷ്യനും കൊണ്ട് നടക്കാന്നോ ഈ സാരി ഉടുക്കാൻ വേണ്ടിയിട്ട്? എന്നെ ചുറിയാൻ നിൽക്കാതെ അമ്പലത്തിൽ പോവാൻ എന്നെ റെഡിയാക്കാനൊന്ന് സഹായിക്കും. നിനക്ക് സഹായം ചോദിക്കാനൊക്കെ അറിയോ? മര്യാദക്ക് ചോദിക്ക്, എങ്കിൽ ഹെൽപ്പ് ചെയ്യാം. അതെ, എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ല. സോ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. അങ്ങനെ മര്യാദക്ക് പറ. ശരി ശരി, ഞാൻ ഹെൽപ്പ് ചെയ്യാം. കഴിഞ്ഞു. വേഗം റെഡി ആയിട്ട് താഴേക്ക് വാ. ഒരു താങ്ക്സ് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷിച്ചങ്ങ് ഇരിക്കേ ഉള്ളൂ. താങ്ക്സ് പറയാൻ എനിക്ക് സൗകര്യമില്ല. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? ഇപ്പോഴെ സഹായിക്കാൻ നിന്ന് എന്നെ വേണം അടിക്കാൻ. എന്തു പറ്റിയമ്മേ? എന്താ മുഖത്തൊരു മ്ലാനത? മോനെ കണ്ണ, നീ അപ്പൂൻ്റെയും ഗായത്രിമോളുടെയും സ്വഭാവം ശ്രദ്ധിച്ച? അവരെന്താടാ ഇങ്ങനെ? എപ്പോൾ കണ്ടാലും കീരിയും പാമ്പിനെയും പോലെയാ. ഇവരെ തമ്മിൽ ഒന്ന് സെറ്റാക്കാൻ എന്താടാ ഒരു വഴി? ഓ, അതായിരുന്നോ? അതിനൊരു വഴിയുണ്ട് മമ്മി, ഞാൻ പറഞ്ഞു തരാം. നല്ല ബെസ്റ്റ് ഐഡിയ. കണ്ണേട്ടൻ ഈ ഐഡിയ എവിടെന്നാ കിട്ടിയേ? തല വല്ലാതെ കാറ്റ് കൊള്ളിച്ച് കാണും. എടാ മോനെ, ഇതൊക്കെ നടപ്പിലാവൂ? അതൊക്കെ നടപ്പിലാവും അമ്മേ, അല്ലെങ്കിൽ നമ്മൾ നടപ്പിലാക്കും. അമ്മ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. അവര് രണ്ടുപേരും അറിയാതെ നമുക്ക് 4 പേർക്കും ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോണം. ആ ഒരു ഐഡിയ, അതിനുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് തന്നാൽ മാത്രം മതി. കണ്ണേട്ടാ, നമ്മൾ ഇവിടുന്ന് പോയിന്ന് തന്നെ വിചാരിക്കാം. അവരപ്പോ ഇവിടുന്ന് പുറത്തു ചാടില്ലേ? പുറത്ത് ചാടാൻ അവ പൂച്ചക്കുഞ്ഞും പട്ടിക്കുഞ്ഞും ഒന്നും അല്ലല്ലോ. എടി ബുദ്ധൂസേ, നമ്മള് അവരെ രണ്ടുപേരെ ഇവിടെ ഇരുത്തി അവരറിയാതെ നമ്മൾ ഇവിടുന്ന് പോകുന്നത് ബാക്ക് ഡോറും ഫ്രണ്ട് ഡോറും ലോക്ക് ചെയ്തിട്ട്. അപ്പൊ അവരെങ്ങനെ പുറത്ത് ചാടും? അതൊക്കെ അതെനിക്ക് മനസ്സിലായി. പക്ഷേ അവർ ഈ വീടിനകത്ത് നമ്മൾ പൂട്ടിയിട്ട് പുറത്തു പോയി കഴിഞ്ഞിട്ട് എന്തിനാ? ഷോ, നിങ്ങൾക്ക് എൻ്റെ അത്ര ബുദ്ധി ഇല്ലാഞ്ഞിട്ടാ ഈ മണ്ടൻ ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ നമ്മളിവിടെ പൂട്ടിയിട്ട് പോയാൽ അവർ രണ്ടുപേരും മാത്രാവില്ലേ ഈ വീട്ടില്. അപ്പോ അവര് പരസ്പരം സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെ സംസാരിച്ച് അവര് സെറ്റായിക്കോളും. അമ്മേ, അമ്മേ, അച്ഛാ, ഇവരെല്ലാവരും ഇതെവിടെ പോയി? കണ്ണാ. അതെ, അമ്മേനെയും ദേവദേശിനും കണ്ടോ? ആ, കണ്ടു. ഒരു മിനിറ്റേ. അയ്യോ, ഇത്ര നേരം എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു. ഇപ്പൊ എവിടെ പോയെന്നറിയില്ല. ആ വാഷ് ബേസിനിൽ പോയി ഛർദിക്ക്. താൻ പറഞ്ഞ കോമഡി. ഓ, എന്തായാലും നിന്റെ കോമഡിയേക്കാളും ബെറ്ററാ എൻ്റെ കോമഡി. ഞാൻ അവരെ തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മിനിറ്റ് വിളിച്ചോക്കട്ടെ. ഹലോ കണ്ണ, നിങ്ങളൊക്കെ ഇത് എവിടെ പോയേക്കാ? അപ്പൊ എന്താ എൻ്റെ അടുത്ത് പറയാതിരുന്നത്? വാതിലാണെങ്കിൽ തുറക്കാനും പറ്റുന്നില്ല. പൂട്ടിയോ? എന്തിന്? ഈശ്വര, നിങ്ങൾക്ക് ഒന്ന് വരാൻ പറ്റുമോ തിരിച്ച്? ഒന്നിട്ട് വന്ന് ഡോറ് തുറക്കടാ. കുറെ ദൂരെത്തിയോ? അപ്പൊ പിന്നെ ഞാൻ വൈകുന്നേരം വരെ എന്ത് ചെയ്യാനാ? അത്രയും നേരം ഇവളുടെ കൂടെയോ? ആ, ശരി അമ്മ, വൈകിട്ട് വരുമ്പോ ജീവനോടെ ഉണ്ടെങ്കിൽ കാണാം.
എന്താ പറഞ്ഞേ? അവരെങ്ങോട്ടാ പോയത്? എല്ലാം നിനക്കറിയണമെന്നുണ്ടോ? അവരെ ഒരു സ്ഥലം വരെ യാത്ര പോയിക്ക, വൈകിട്ടേ വരോളൂ. പിന്നെ പുറത്തു പോവാൻ നോക്കണ്ട, ഡോറ് ലോക്കഡാ. ഓഹോ, അപ്പോ ഇതൊക്കെ നിന്റെ ഐഡിയ ആയിരുന്നല്ലേ? എല്ലാവരെയും പറഞ്ഞു വിട്ട് മനഃപൂർവ്വം എന്നെ ഇവിടെ ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നിനക്ക് എന്നെ എന്ത് ചെയ്യാനാടാ? അയ്യ, എന്താ അവളുടെ ഒരാഗ്രഹം? എനിക്ക് വട്ടൊന്നുമില്ല ഇവരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഈ വീട്ടിൽ ഒറ്റയ്ക്ക് പൂതനെ പോലെയുള്ള നിന്റെ കൂടെ നിൽക്കാൻ. നീ എന്തെന്നെ വിളിച്ച് പൂതനെന്നോ? നീ പോട കാലമാടാ. കാലമാട നിന്റെ അച്ഛൻ. എന്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞ നീ എന്ത് ചെയ്യും? കണ്ണേട്ടാ, അവര് രണ്ടുപേരും കാണാനില്ലല്ലോ. ചിലപ്പോ എല്ലാം സമാധാനപരമായി അവസാനിച്ചെന്ന് തോന്നുന്നുണ്ട്. അത് പിന്നെ എന്റെ ഐഡിയ അല്ലേ, എല്ലാം സെറ്റായി കാണും. വാ, നമുക്കവരെ നോക്കാം. എന്റെ ഭഗവാനെ, ഇതെന്ത് ഈ കിച്ചണൊക്കെ ഇങ്ങനെ കിടക്കുന്നത്? ഇതാരിങ്ങനെ അലങ്കോലാക്കിയിട്ടത്? എന്താ അമ്മേ, ഇതാരെങ്ങനെയൊക്കെ ആക്കിയിട്ടേക്കണേ? ഞാൻ പൊന്നുപോലെ നോക്കുന്ന എന്റെ കിച്ചണാ. ഇതാരടാ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ഇങ്ങനെ പൂക്കളിട്ട പോലെ ഇട്ടിരിക്കുന്നേ? അമ്മ, അത് ചിലപ്പോ അവര് പാചകം ചെയ്ത് പഠിച്ചതാണെങ്കിലോ? മിണ്ടി പോരുത് നീ. പിന്നെ കോലം വരച്ച പോലെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും തറയിൽ വരച്ചിട്ടല്ലേ പാചകം പഠിക്കുന്നേ? അപ്പു, എന്താണ് അവിടെ നടന്നേ? കിച്ചൺ എന്താണ് അങ്ങനെ കിടക്കുന്നേ? ഇവിടെ എന്താ വല്ല പൂക്കള മത്സരം ഉണ്ടായിരുന്നോ? പോടെ തെണ്ടി, നിങ്ങളെന്നെ ഒറ്റയ്ക്കാക്കി പോയതല്ലേ? ആ ശൂർപ്പണക്ക അവളെന്നെ കൊന്നില്ലാന്നുള്ളൂ. ഓ, ഒരു വിധത്തിലാ ഞാൻ പിടിച്ചു നിന്നത്. അതും ഞാൻ ഡെയിലി എക്സസൈസ് ചെയ്യുന്നോണ്ട് മാത്രം. എന്ന് വെച്ചാ നിങ്ങളുടെ പ്ലാൻ പൊളിഞ്ഞു എന്നർത്ഥം. എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ അത്ര ബുദ്ധി ഞങ്ങൾക്കില്ല പോലും. നല്ല ബുദ്ധി. ഇതായിരുന്നു നിങ്ങളുടെ ഒരു അറിഞ്ഞ ബുദ്ധി. അപ്പൊ നിങ്ങൾ മനഃപൂർവ്വം ആ ഭദ്രകാളിയുടെ കൂടെ എന്നെ ഒറ്റയ്ക്കാക്കി പോയതാണല്ലേ? എടാ സോറി, അത് നീയോളും പെട്ടെന്ന് സെറ്റാവാൻ വേണ്ടി എന്റെ മൈൻഡിൽ വന്നൊരു ഐഡിയ. നല്ല ബെസ്റ്റ് ഐഡിയ. ഇമാതിരി ഐഡിയയും കൊണ്ട് ഇനി എങ്ങനെ എന്റെ അടുത്ത് വന്നാണ്ടല്ല, അടിച്ച് നിന്റെ അണപ്പല് ഞാൻ തെറിപ്പിക്കും. എന്തോന്ന് എത്ര ചിന്തിച്ചുകൊണ്ടിരിക്കുന്നേ? കിട്ടിയതൊന്നും പോരെ, കിടന്നുറങ്ങാൻ നോക്ക്. അതല്ല രേവു, ഒരുമ തരൂ. അയ്യടാ, അപ്പൊ അതായിരുന്നു മോൻ ഇത്രയും നേരം ചിന്തിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ഒരുമ്മ തന്നതിന്റെ 3 മാസമായിട്ട് എന്റെ വയറ്റിൽ കിടക്കുന്നത്. ഇനി ഒരു ഉമ്മ തരാൻ തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പ്ലീസ്, എനിക്കിന്ന് നല്ല മൂട. ഒരൊറ്റൊരുമ, അതിൽ ഞാൻ നിർത്തിക്കോളാം. കണ്ണേട്ടാ, എണീക്ക് കണ്ണേട്ടാ, ദേ അമ്മ വിളിക്കുന്നു. ഡെയിലി അവന്റെ ബഹളം കേട്ടിട്ടാ എണീക്കുക, ഇന്നിപ്പോ അമ്മയാണോ? എല്ലാവരും എന്തിനാ എന്റെ ഉറക്കം കളയുന്നിങ്ങനെ? എടാ കണ്ണ, ഒരു പ്രശ്നമുണ്ട്. ഇനി എന്താ പ്രശ്നം? എടാ, ഗായത്രി മോളുടെ വീട്ടുകാര് ഇനി ഇങ്ങോട്ട് വിരുന്ന് വരുന്നുണ്ട്. നീ നമ്മുടെ അപ്പൂനോട് ഒന്ന് സംസാരിക്ക്. അവരുടെ മുന്നിലെങ്കിലും പ്രശ്നമൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ. അവരെങ്കിലും കരുതിക്കോട്ടടാ, അവര് സന്തോഷത്തോടെ ജീവിക്കണേന്ന്. അമ്മ അവന്റെ അടുത്ത് സംസാരിക്കുന്നതല്ലേ നല്ലത്. ഞാൻ പറഞ്ഞ അവൻ ചിലപ്പോ കേക്കില്ല. ഞാൻ പറയില്ല,
ഈ കല്യാണം നടത്തി കൊടുത്തതിന് ശേഷം അവനിപ്പം ഞാൻ പറയുന്നതൊന്നും അനുസരിക്കാറില്ല. അതുകൊണ്ടാടാ, പ്ലീസ് നീയൊന്ന് പോയി സംസാരിക്ക്. ആ, നീ ഇവിടെ എക്സസൈസ് ചെയ്യുന്നുണ്ടായിരുന്ന? എടാ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്ത് കാര്യം? നീ പറഞ്ഞോ എന്തായാലും. എടാ, ഗായത്രിയുടെ ചേട്ടന്മാരും അച്ഛനും ഇന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. നീ അവരുടെ മുന്നിൽ വെച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഞാനാണോ കണ്ണ പ്രശ്നം ഉണ്ടാക്കുന്നേ? അവളല്ലേ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നേ. എടാ, ശരിയായിരിക്കാം, പക്ഷെ അവര് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികളല്ലേ. അപ്പൊ അവരുടെ മുന്നിൽ നല്ല രീതിയിൽ പെരുമാറേണ്ടത് നമ്മുടെ കടമയല്ലേ. അതുകൊണ്ട് അവൾ എന്തു പറഞ്ഞാലും നീ കുറച്ച് നേരത്തേക്കെങ്കിലും ഒന്ന് നിന്റെ സംയമനം പാലിക്കണം. ശരി, ഞാനായിട്ടൊരു പ്രശ്നത്തിന് നിൽക്കുന്നില്ല, പക്ഷെ അവളായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ ഞാൻ മിണ്ടാണ്ടൊന്നിരിക്കില്ല. വാവ, ഇരിക്ക്. എല്ലാവരും എവിടെയാ? ആരെയും കാണാനില്ലല്ലോ. ഇവിടെയുണ്ട്, ഇപ്പൊ വരും. പിന്നെ യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? യാത്രയൊക്കെ നന്നായിരുന്നു അങ്കിൾ. പിന്നെ ഞങ്ങളുടെ പെങ്ങളെവിടെ? അച്ഛാ, ഏട്ടാ, സുഖാണോ മോളെ നിനക്ക്? എനിക്കിവിടെ സുഖ ചെറിയേട്ടാ. വലിയേട്ടനെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഏയ്, ഞാൻ നിന്റെ സംസാരമൊക്കെ കേട്ട് അങ്ങനെ നിന്നതാ. പിന്നെ അവനില്ലേ ഇവിടെ? ആ, മുകളിലുണ്ട്. ഇപ്പൊ ഇങ്ങോട്ട് വരും. അച്ഛനും അലയന്മാരും എപ്പോ വന്നു? നിങ്ങൾക്കെല്ലാവർക്കും സുഖല്ലേ? ഒരു 5 മിനിറ്റായി കാണും. ഞങ്ങള് സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ അടുത്തൊരു മാരേജ് ഉണ്ടായിരുന്നു, അതിനുവേണ്ടി വന്നതാ. അപ്പൊ പിന്നെ ഇവിടെ കേറിയിട്ട് പോവാന്ന് കരുതി. വന്ന കാലിൽ നിൽക്കാതെ ഇരിക്ക്. കുടിക്കാൻ ചായയോ കാപ്പിയോ? അയ്യോ, ഒന്നും വേണ്ട ആൻറ്റി. അച്ഛൻ പറഞ്ഞല്ലോ ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട്, അങ്ങോട്ട് വന്നതാ. അപ്പോ ഇവിടെ ഒന്ന് കേറിയിട്ട് പോവാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ഞങ്ങൾ ഇറങ്ങാം. ഇത്ര പെട്ടെന്ന്? നാളെ പോയാ പോരെ? ഫംഗ്ഷന് വന്നോണ്ടാ മോളെ. ഇനിയും വരാലോ ഇങ്ങോട്ട്. അപ്പൊ 2 ദിവസം നിൽക്കും. ഓക്കെ, അപ്പോ ഞങ്ങൾ ഇറങ്ങാം. രോഹിത്, ഒന്ന് വരോ? കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ അളിയ, എന്താ പറയാനെന്ന് പറഞ്ഞേ? താൻ പേടിക്കൊന്നും വേണ്ട, പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. തനിക്കറിയാലോ, അവള് ജനിച്ച ഉടനെ അവളുടെ അമ്മ മരിച്ചു. പിന്നെ ഞങ്ങൾ 3 പേരും കൂടിയാ അവളെ നോക്കിയതും വളർത്തിയതും. അതിൻ്റെതായ എല്ലാ കുറുമ്പും അവൾക്കുണ്ട്. അമ്മയില്ലാത്ത വളർന്നുകൊണ്ട് തന്നെ ഞങ്ങൾ 3 പേരും അവളെ എല്ലാ വാശിക്കും കൂട്ടു നിന്നിട്ടേ ഉള്ളൂ. ഒന്നും ശകാരിക്ക പോലും ഇതുവരെ ചെയ്തിട്ടില്ല. അതിൻ്റെ എല്ലാ തല്ലുകുളിത്തരവും അവളുടെ കയ്യിലുണ്ട്. എല്ലാത്തിനും ഒരു പ്രത്യേക വാശിയുവാ. അവൾ എന്താ പറഞ്ഞത് അത് നടക്കണം. എനിക്കറിയാം, അവള് ചിലപ്പോ തന്നെയും ഓരോന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും. അങ്ങനെയൊന്നുമില്ല ഏട്ടാ. അത് താൻ കള്ളൊന്നും പറയണ്ടടോ. എനിക്കറിഞ്ഞൂടാ എൻ്റെ അനിയത്തിയെ. നല്ല തല്ലിക്കുളിത്തരം കുറുമ്പും അവളുടെ കയ്യിൽ ആവശ്യത്തോളം സ്റ്റോക്കുണ്ട്. താൻ അതിൽ കഷ്ടപ്പെടുന്നുണ്ടെന്നും എനിക്കറിയാം. അതുകൊണ്ട് ഒരു ഐഡിയ പറയാൻ വേണ്ടി വന്നതാ. ഞങ്ങള് വളർത്തി അവളെ നല്ല രീതിക്ക് വഷളാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ വാശി അവൾ തൻ്റെ അടുത്ത് നന്നായി കാണിക്കും. ഒരു ചെറിയ കൊട്ടു കൊടുത്തു കഴിഞ്ഞാൽ അവള് ശരിയായിക്കോളും. അതിനും കൂടി വേണ്ടിയാ തനിക്ക് അവളെ ഇത്രയും പെട്ടെന്ന് തന്നെ കെട്ടിച്ചു തന്നത്. അളിയനെന്താ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായില്ല. ഓ, അളിയനൊന്നും അറിയാത്ത പോലെ. എൻ്റെ അളിയ, അവൾക്ക് കുറച്ച് കുറുമ്പുണ്ടെന്നേ ഉള്ളൂ. ശുദ്ധ പാവ. അവളെ അങ്ങ് സ്നേഹിച്ചാ മതി. അവള് അളിയൻ പറയുന്ന വഴിക്ക് വരും. ഏത് പറയണത് മനസ്സിലാവുന്നുണ്ടോ അളിയന്? ഓ, അങ്ങനെ ഇപ്പൊ മനസ്സിലായി. ഇനി ഞാൻ ആ കാര്യം ഏറ്റു. അളിയൻ പേടിക്കാതെ പോ. അടുത്ത തവണ വരുമ്പോ അളിയന് ഒരു സർപ്രൈസ് ഉണ്ടായിരിക്കും. അളിയ, എന്റെ പെങ്ങളെ ജീവനോടെ വെച്ചേക്കണേ. പോ അളിയ, അതൊക്കെ ഞാൻ സെറ്റാക്കിക്കോളാം. എങ്കിലൊക്കെ അളിയ, ഞങ്ങൾ ഇറങ്ങുക, പിന്നെ കാണാം. എടാ, എന്താ അവളുടെ ചേട്ടൻ പറഞ്ഞത്? എന്തേലും പ്രശ്നമുണ്ടോ? അതൊന്നല്ലടാ കണ്ണാ,
എൻ്റെ മൂത്ത അളിയൻ എൻ്റെ ഭാര്യയെ എങ്ങനെ കുപ്പിക്കകത്താക്കാം എന്നുള്ള ഐഡിയ പറഞ്ഞു തരായിരുന്നു. ആഹാ, അത് കൊള്ളാലോ. എന്നിട്ട് എന്താ മോന്റെ ഐഡിയ? നീ കണ്ടോ, ഇന്നു മുതല് ഈ അപ്പു വരയ്ക്കുന്ന വരയില് അവള് നിൽക്കും. ഹലോ മിസ്സസ് ഗായത്രി, ഇവിടെ മേക്കപ്പ് ചെയ്യാണോ? അല്ല, പാത്രം കഴുക. തന്റെ കണ്ണിൽ എന്തോ കുരുണ്ടോ? മേക്കപ്പ് ചെയ്യാന്ന് കണ്ടറിഞ്ഞൂടെ? എന്റെ കണ്ണിന് കുരു ഒന്നുമില്ല. ജസ്റ്റ് കണ്ടപ്പോ ഒരു കുശലാന്വേഷണം നടത്താമെന്ന് കരുതി, അതാ ചോദിച്ചേ. കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായല്ലോ, എന്നിട്ട് ഒറ്റ ദിവസവും ഇല്ലാത്ത ഒരു കുശലാന്വേഷണം. എന്താ, എന്തെങ്കിലും ദുരുദ്ദേശം? കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തമ്മിൽ ഒന്ന് ശരിക്കും സംസാരിച്ചിട്ട് കൂടിയില്ല. അതിന്റെ കുറെ പ്രശ്നങ്ങൾ നമ്മൾ തമ്മിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോ ഒന്ന് സംസാരിക്കാൻ വന്നത്. നിനക്ക് മര്യാദക്ക് സംസാരിക്കാനൊക്കെ അറിയൂ? നിന്റെ ചൊറിയണ വർത്താനം കാരണം ഞാൻ നിന്റെ അടുത്ത് സംസാരിക്കാൻ വരാത്തത്. ഞാനാണ് ചൊറിയുന്ന വർത്താനം കൊണ്ടുവരുന്നേ, നീയല്ലേ? കൂൾ രോഹിത്, കൂൾ. നമുക്ക് ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല. ഇയാളെന്താ തനിയിരുന്ന് സംസാരിക്കുന്നേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൂത്തോക്കി സംസാരിക്കേ. ഗായു, ഇനി മുതൽ തന്നെ ഞാൻ ഗായുന്നേ വിളിക്കുള്ളൂ. നമ്മുടെ വിവാഹത്തിന് ശേഷം ശരിക്കൊന്ന് ഞാൻ സംസാരിച്ചിട്ടില്ല നിന്റെ അടുത്ത്. അതിനുള്ള കാരണവും നിനക്ക് തന്നെ അറിയാം. നമ്മുടെ വിവാഹം പെട്ടെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്ന് പരിചയപ്പെടാനോ ശരിക്കൊന്നും മിണ്ടാനോ ഉള്ള സമയം നമുക്ക് കിട്ടിയിട്ടില്ല. അതിൻ്റെതായ എല്ലാ പ്രശ്നവും നമ്മുടെ റിലേഷൻഷിപ്പിലുണ്ട്. ആക്ച്വലി അന്ന് ഫസ്റ്റ് നൈറ്റിൽ നീ ചൂടായതുകൊണ്ടാണ് എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞത്. അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോഴേ എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടതാ. സോ ഞാനത് അന്ന് ദേഷ്യം കൊണ്ട് പറയാതിരുന്നതാ. ആക്ച്വലി എനിക്ക് തന്നെ ഇഷ്ടമാണ്. എന്റെ ഏട്ടന്മാര് എന്നെ ഉപദ്രവിച്ചു എന്ന് വിചാരിച്ചിട്ട് ഉപദേശിച്ചു കാണും അല്ലേ? അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഇതെന്ന് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. അല്ലാതെ തനിക്ക് എന്റെ അടുത്ത് ഒരു സ്നേഹമില്ല. ഇടി കുട്ടിപ്പിശാശേ, നിന്റെ ഏട്ടന്മാര് ഉപദേശിച്ചു എന്നുള്ളത് സത്യം. പക്ഷെ എന്ത് പറഞ്ഞ ഉപദേശിച്ചെന്നറിയൂ? നിന്റെ തലക്കിട്ട് ഒന്ന് കൊടുത്ത് നിന്നെ എന്റെ വഴിക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. ഞാൻ അത്രയും ചെയ്തില്ലല്ലോ. ഞാൻ മര്യാദയ്ക്ക് എൻ്റെ ഉള്ളിലുള്ള ഇഷ്ടം നിന്റെ അടുത്ത് തുറന്നു പറയാ ചെയ്ത്. അപ്പൊ വീണ്ടും അവൾക്കൊരു അഹങ്കാരം. നിന്റെ അടുത്ത് ഇങ്ങനെ പെരുമാറിയിട്ട് കാര്യമില്ല. ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് വാടി. புது வெள்ளை மழை இங்கு பொழிகின்றது, இந்த கொள்ளை நிலா உடல் நனைகின்றது. എനിക്ക് നാണം വരുന്നു. ഗുഡ് മോർണിംഗ് വൈഫി. നീ ഇത്രയ്ക്കേ ഉള്ളൂന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്? വെറും മുഖംമൂടി മാത്രായിരുന്നല്ലേ? ഇന്നലെ രാത്രി എന്താ, ഇഷ്ടപ്പെട്ടോ? നാണില്ലാത്തവൻ. അതിനെന്തിനാ നാണിക്കുന്നേ? വേറെ ആരുമല്ലല്ലോ, നമ്മള് രണ്ടുപേരല്ലേ. ഞാൻ നിന്റെ ഭർത്താവാ. എനിക്കതിനുള്ള എല്ലാ അധികാരവും ഉണ്ട്. പറ, ഇഷ്ടപ്പെട്ടോ ഇന്നലത്തെ രാത്രി? ഇഷ്ടപ്പെട്ടു. എന്റെ കൊച്ചിന് നാണം വരുന്നുണ്ടോ? ഇങ്ങനെ നാണിക്കാതെടി. നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്താലോ? ഇപ്പോ നേരം വെളുത്തു, എല്ലാവരും അന്വേഷിക്കും. വാ, താഴോട്ട് പോവാം. അതൊക്കെ പോവാം. അതിനു മുൻപ് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞതിന്റെ മറുപടി എനിക്ക് കിട്ടിയില്ല.
അതിന് മറുപടി കിട്ടിയാൽ മാത്രമേ ഞാൻ നിന്നെ ഇവിടെ നിന്ന് വിടൂ. എന്ത് മറുപടി? അതിനെന്താ ചോദിച്ചേ? ഡു യു ലവ് മീ? എന്റെ അപ്പേട്ടാ, അപ്പേട്ടനെ എനിക്കിഷ്ടമല്ലായിരുന്നെങ്കിൽ ഇന്നലെ രാത്രി അപ്പേട്ടന്റെ ദേഹത്ത് തൊടും കൂടി ഇല്ലായിരുന്നു. അതിന് ഞാൻ സമ്മതിക്കില്ലായിരുന്നു. സോ അതിനൊന്ന് ഊഹിച്ചൂടെ എനിക്ക് അപ്പേട്ടനെ ഇഷ്ടമാണോ അല്ലേന്ന്? ഇനി എന്റെ വായിൽ നിന്ന് തന്നെ കേൾക്കണമെന്നാണെങ്കിൽ യെസ്, ഐ ലവ് യു. എന്നിട്ട് എന്തിനാടി ദുഷ്ടേ കല്യാണം കഴിഞ്ഞ രാത്രി തൊട്ട് നീ എന്നെ ചക്രശ്വാസം വലിപ്പിച്ചത്? അതിനുള്ള ഉത്തരം അപ്പേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിവാഹം പെട്ടെന്നായിരുന്നു. നമുക്ക് പരസ്പരം സംസാരിക്കാനോ ഒന്ന് ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ടൈം പോലും നമ്മുടെ വീട്ടുകാരെ നമുക്ക് തന്നില്ല. അതുകൊണ്ട് അപ്പേട്ടൻ്റെ ക്യാരക്ടർ എങ്ങനെയാന്ന് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതാ ഞാൻ വന്ന ദിവസം തൊട്ട് അങ്ങനെ പെരുമാറിയത്. ഇറ്റ്സ് ഓക്കെ. ഇപ്പൊ നമുക്ക് പരസ്പരം മനസ്സിലായില്ലേ? ഇനി ഒരിക്കൽ പോലും നമ്മുടെ തല്ലുപിടിക്കില്ല. അനാവശ്യമായിട്ട് ചെറിയ ചെറിയ തല്ലുപിടുത്തലൊക്കെ കുടുംബജീവിതം രസമുണ്ടാവില്ല. സോ ഐ ലവ് യു കുട്ടി പിശാശേ. ഐ ലവ് യു സോ മച്ച് അപ്പേട്ടാ. പൂക്കൾ പൂക്കും തരുണം മാറുയിരേ பார்த்ததாருமில்லையே புலரும் காலை பொழுதை முழுமதையும் பிறந்த போவதில்லையே நேற்று வரை நேரம் போகவில்லையே உனதருகே நேரம் போகவில்லையே எதுவும் பேசவில்லையே இன்றே